നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോസ്റ്റിൻ്റെ എക്സാം ഡീറ്റെയിൽസും സിലബസും ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഡീറ്റെയിൽഡ് സിലബസും മാർക്ക് ഡിവിഷനും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ കുറേ പേര് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും രണ്ട് എക്സാമിനും അപ്ലൈ ചെയ്തിട്ട് കോമൺ ആയിട്ട് കുറേ പേരുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സിലബസും ഈ സിലബസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 5-നാണ്. എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാൻ ഏപ്രിൽ 11 വരെ സമയമുണ്ട്. അത് കഴിഞ്ഞ് അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് മെയ് 22 മുതൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എക്സാമിൻ്റെ മോഡ് എന്ന് പറയുന്നത് ഓൺലൈനോ OMR ആയിരിക്കും. എക്സാം നടക്കാൻ പോകുന്ന 1.5 മണിക്കൂറിനാണ്. എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് 13,254 ആൾക്കാരാണ്. ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് എക്സാമിന് 15,000-ഓളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് കുറേ പേരുണ്ടാവും. അപ്പോൾ സിലബസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ശരിക്കും ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ സിലബസുമായിട്ട് ഇതിന് വലിയൊരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പം നമുക്ക് സിലബസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. മൊത്തം സിലബസിനെ 10 ഭാഗങ്ങളാക്കിയിട്ട് തന്നെയാണ് ഇവിടെയും തിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് ആൻഡ് പാസീവ് കമ്പോണൻസ് ആണ്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, അപ്ലിക്കേഷൻ, പിന്നെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഏതൊക്കെയാണ്, ആക്റ്റീവ് കമ്പോണൻറ്റ് എന്താണ്, പാസീവ് കമ്പോണൻറ്റ് എന്താണ്, അതിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടേഴ്സ് വരും. റെസിസ്റ്റേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ, റെസിസ്റ്റേഴ്സിൻ്റെ ഏതൊക്കെയാണ് ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉള്ളത്, അതേപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ടൈപ്സ്, അതേപോലെ ഇൻഡക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ സിമ്പിൾ സ്പെസിഫിക്കേഷൻ, ഫിക്സഡ് ആൻഡ് വേരിയബിൾ ടൈപ്സ്, അതൊക്കെയാണ് മെയിനായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. കൂടാതെ ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഉൾക്കൊണ്ടതാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനൊരു മൊഡ്യൂൾ നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 എക്സാമിന് കോമൺ ആയിട്ട് പഠിച്ചു പോകുന്നതാണ് നല്ലത്. കാരണം ഈ ടോപ്പിക്സ് ആ എക്സാമിന് ചോദിക്കാം, അതിലുള്ള ടോപ്പിക്സ് ഈ എക്സാമിന് ചോദിക്കാം. സെക്കൻഡ് മൊഡ്യൂള് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അത് ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താനാണ്. സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഏതാണ്ട് സർക്യൂട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് തേർഡ് മൊഡ്യൂൾ വരുന്നത്. അതിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പഠിക്കേണ്ട ബേസിക് കൺസെപ്റ്റുകളാണ് ലോഡ് ലൈൻ, ഓപ്പറേറ്റിംഗ് പോയിന്റ്, പിന്നെ സ്റ്റെബിലൈസേഷൻ, പിന്നെ ഡിഫറെൻറ്റ് ബൈസിങ് സർക്യൂട്ട്സ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് ആംപ്ലിഫയർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, പിന്നെ അതിൻ്റെ അകത്ത് വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ, പവർ ഗെയിൻ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസിൻ്റെ എക്സ്പ്രഷൻസ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ബാൻഡ് വിഡ്ത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂൺഡ് ആംപ്ലിഫയർ, സിംഗിൾ ട്യൂൺഡ് ആംപ്ലിഫയർ ആണ് വരുന്നത്. സിംഗിൾ ട്യൂൺഡ് ആംപ്ലിഫയർ പറയുന്നതിന് വേണ്ടിയിട്ടാണ് സീരീസ് ആൻഡ് പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ട്സ് എന്താണ്, റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്താണ്, ക്യൂ ഫാക്ടർ എന്താണ്, ബാൻഡ് വിഡ്ത്ത് എന്താണ്, അതൊക്കെ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് സിംഗിൾ ട്യൂൺഡ് ആംപ്ലിഫയറിൻ്റെ ഓപ്പറേഷനും ഫ്രീക്വൻസി റെസ്പോൺസും, പിന്നെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സും ഏതൊക്കെയാണ്, ഡിഫറൻറ്റ് മൾട്ടി സ്റ്റേജ് കപ്ലിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്. ഇങ്ങനെയാണ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ടാണ് തേർഡ് മൊഡ്യൂൾ വരുന്നത്. തേർഡ് മൊഡ്യൂളിലും നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് തന്നെയാണ്. ഓസിലേറ്റർ സർക്യൂട്ട്സും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും ആണ് തേർഡ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അതിൽ തന്നെ ഓസിലേറ്റർ, പ്രിൻസിപ്പിൾ ഓഫ് ഓസിലേറ്റർ, ബാർക്ലോസ് ആൻഡ് ക്രൈറ്റീരിയ, പിന്നെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ്, RC ഓസിലേറ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ്, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും. അത് കഴിഞ്ഞ് LC ഓസിലേറ്ററിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അത് കഴിഞ്ഞ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, അതേപോലെ തന്നെ മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ, ആ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, പിന്നെ RC ഡിഫറൻഷ്യേറ്റർ ആൻഡ് ഇൻറ്റഗ്രേറ്റർ, അതിൻ്റെ അപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 എന്ന് വരുന്നത്. അത് 10 മാർക്കിന് ഉണ്ടാവും. ഇനി മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് വെച്ചിട്ടാണ്. നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സിലബസ് ഉണ്ട്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടാണ്, നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്പർ സിസ്റ്റം സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ 3-bit എൻകോഡർ, BCD ടു ഡെസിമൽ, ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്തായാലും നമ്പർ സിസ്റ്റം പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും 2 സിലബസും ഒരുമിച്ച് വെച്ചിട്ട് രണ്ടും പഠിക്കുന്നതാണ് നല്ലത്. നമ്പർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റനൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിലബസ് പറഞ്ഞിട്ടില്ല എങ്കിലും അത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഹാഫ് ആഡർ, ഫുൾ ആഡർ, അതൊക്കെയാണ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് വരുന്നത്. പാരലൽ ആഡർ, പിന്നെ മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ, അത്രയും കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ഉണ്ട്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിൽ കൗണ്ടേഴ്സ് ആണ്. കൗണ്ടേഴ്സ് പറയുന്നതിന് മുമ്പായിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്, ലാച്ച് എന്താണ്, ആ കാര്യങ്ങളൊക്കെ പറയണം. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ലാച്ച് ഉണ്ട്. അതേപോലെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ജോൺസൺ കൗണ്ടർ, റിംഗ് കൗണ്ടർ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ
വലിയ കൗണ്ടേഴ്സ് സിങ്ക്രണസ് മോഡ് 10 കൗണ്ടേഴ്സ്, മോഡ് 8 സിങ്ക്രണസ് കൗണ്ടേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എൻഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. 5ാമത്തെ മൊഡ്യൂൾ തൊട്ട് പിന്നെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മൊഡ്യൂളോളം കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. മൊത്തം 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 മാർക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൽ 5ാമത്തെ മൊഡ്യൂൾ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ AM എന്താണ്, FM എന്താണ്, PM എന്താണ്, ഈ കാര്യങ്ങളുടെ ബേസിക് കാര്യങ്ങൾ, മോഡുലേഷൻ സ്കീം, മോഡുലേഷൻ എന്താണ് എന്നാണ് ഈ മൊഡ്യൂളിൽ പറയുന്നത്. അതിൽ തന്നെ AM മോഡുലേറ്റർ, ഡിഫറൻറ്റ് AM മോഡുലേറ്റേഴ്സ് ഏതൊക്കെയാണ്, ഡിഫറൻറ്റ് AM ഏതൊക്കെയാണ്, DSB, SC, SSB, SC, VSB, ആ കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രീക്വൻസി മോഡുലേഷൻ, പിന്നെ അതിൻ്റെ ജനറേഷൻ മെത്തേഡൊക്കെ എനിക്ക് തോന്നുന്നത് അടുത്ത മൊഡ്യൂളിലാണ് വരുന്നതെന്ന് തോന്നുന്നു. കമ്പാരിസൺ ഓഫ് AM ആൻഡ് FM, ഇത്രയും കാര്യങ്ങളാണ് ഈ 5th മൊഡ്യൂളിലുള്ളത്. അതിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ്റെ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്ന മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6ൽ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഉദ്ദേശിക്കുന്നത് AM ട്രാൻസ്മിറ്റേഴ്സും AM റിസീവേഴ്സും ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. FM ട്രാൻസ്മിറ്ററും ചോദിക്കാം, FM റിസീവേഴ്സും ചോദിക്കാം. അതുണ്ട്, FM റിസീവേഴ്സും സിലബസിലുണ്ട്. ഓക്കെ, FM ട്രാൻസ്മിറ്റർ, പിന്നെ ഡിഫറൻറ്റ് FM ജനറേഷൻ മെത്തേഡ്സ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോയ്സ് അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ്, അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. പിന്നെ റേഡിയോ റിസീവറിന് ഡീമോഡുലേഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡീമോഡുലേഷൻ നെക്സ്റ്റ് ടോപ്പിക്കിലും പറഞ്ഞിട്ടുണ്ട്, നീഡ് ഫോർ ഡീമോഡുലേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ വരുന്നുണ്ട്. പിന്നെ AM ഡീമോഡുലേഷൻ സർക്യൂട്ട്സ് ഏതൊക്കെയാണ്, FM ഡീമോഡുലേഷൻ സർക്യൂട്ട്സ് ഏതൊക്കെയാണ്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്താണ്, FM റിസീവർ എന്താണ്, ലിമിറ്റർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നീഡ് ഫോർ ഡീമോഡുലേഷനിൽ വരുന്നുണ്ട്. ഒരു മൊഡ്യൂളും കൂടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അത് വരും. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റേഷൻ ബേസ്ഡ് ആയിട്ടാണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് 10 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണ്. അതിൽ മെഷർമെന്റ്സിന്റെ ഡിഫറൻറ്റ് ടെർമിനോളജീസ്, അക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഗാൽവനോമീറ്റർ, വോൾട്ടിമീറ്റർ, അമീറ്റർ, പിന്നെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്, അനലോഗ് മൾട്ടിമീറ്റേഴ്സ്, പിന്നെ യൂസ് ഓഫ് ഗാൽവനോമീറ്റർ ആസ് മൾട്ടിമീറ്റർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ CRO പോലെ തന്നെ ഫംഗ്ഷൻ ജനറേറ്റർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് എക്യുപ്മെൻറ്റ്സ്, ഡിജിറ്റൽ സ്റ്റോറേജ്, ഓസിലോസ്കോപ്പ്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ അകത്ത് നിന്നൊക്കെ ചെറിയ ചെറിയ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ സർക്യൂട്ട്സിൻ്റെ ബാക്കി, അതായത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇൻക്ലൂഡ് ചെയ്ത മൊഡ്യൂളാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ നേരത്തെ നമ്മൾ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സിൽ പറഞ്ഞ എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ ഓപ്പാമ്പിന് ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഓപ്പാമ്പിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഓപ്പാമ്പ് വെച്ചിട്ടുള്ള അധികം സർക്യൂട്ട്സ് ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ആകെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, പിന്നെ അതിൻ്റെ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ, വോൾട്ടേജ് ഫോളോവർ, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ 2 എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ പഠിക്കുമ്പോൾ ആ ഓപ്പാമ്പിൻ്റെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ അകത്ത് PLL ടൈമേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. PLL എന്താണ്, 565 PLLൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പിന്നെ അതേപോലെ തന്നെ PLL എങ്ങനെയാണ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ, FM ഡിമോഡുലേറ്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ 555 വരുന്നുണ്ട്, 555ൻ്റെ ഫംഗ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ 555 വെച്ചിട്ട് അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ സർക്യൂട്ട്സ്, ആ കാര്യങ്ങളൊക്കെ PLL ടൈമേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ IC റെഗുലേറ്റർ സെക്ഷൻ, IC റെഗുലേറ്റേഴ്സും കൂടെ ഈ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് IC റെഗുലേറ്റേഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. LM79 സീരീസ്, അതേപോലെ തന്നെ LM78 സീരീസ്, അങ്ങനെ കുറച്ച് ICയുടെ ഫെമിലറൈസേഷനാണ് മെയിനായിട്ട് IC റെഗുലേറ്ററിലുള്ളത്. പിന്നെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMPS, പിന്നെ ഒപ്റ്റോ കപ്ലർ എന്താണ്, പിന്നെ IC4 and 35ൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണ്, ആ കാര്യങ്ങളൊക്കെയാണ് ആ മൊഡ്യൂളിൽ പിന്നെ ഉള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളാണ്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ പൾസ് മോഡുലേഷൻ്റെ അത് PAM, PWM, PPM എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറൻറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. പിന്നെ നോയ്സ് അനാലിസിസും ഉണ്ട്. PCMലുള്ള നോയ്സ് അനാലിസിസ് എങ്ങനെയാണ്, എന്താണ് ഡിഫറൻഷ്യൽ PCM, DPCM എന്താണ്, ഡെൽറ്റ മോഡുലേഷൻ എന്താണ്, അതിൻ്റെ അകത്തുള്ള നോയ്സ്, ആ കാര്യങ്ങളൊക്കെയാണ് പൾസ് മോഡുലേഷൻ ഉള്ളത്. പിന്നെ ഡിജിറ്റൽ കാരിയർ മോഡുലേഷനിൽ BFSK, BPSK ജനറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ, പിന്നെ QPSK എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിജിറ്റൽ കാരിയർ മോഡുലേഷൻ്റെ അകത്ത് ഉള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന 10ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആണ്. മൈക്രോ കൺട്രോളർ ആൻഡ് എംബെഡഡ് സിസ്റ്റം.
ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സിലുള്ളതുപോലെ തന്നെ 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഫെമിലറൈസേഷൻ ആണുള്ളത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സിംഗ് മോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, പിന്നെ പ്രോഗ്രാമിംഗ്, പിന്നെ ഇൻട്രപ്റ്റ്, IE സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ, IP സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ, പിന്നെ ഇൻ്റർഫേസിംഗ് ഓഫ് 8051, കീബോർഡ് വെച്ചിട്ട് എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യുന്ന, ADC DAC വെച്ച് എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യും, സ്റ്റെപ്പർ മോട്ടർ വെച്ച് എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യും, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് സഹിതം. ഇത് ശരി ആക്ച്വലി ഡിപ്ലോമ സിലബസ് അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എംബഡഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് AVR അസംബ്ലി ലാംഗ്വേജ് ആൻഡ് പ്രോഗ്രാമിംഗ്, AVR മൈക്രോ കൺട്രോളറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ചോദിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ പുറത്തുനിന്നുള്ള ടോപ്പിക്സും ഉണ്ടാവുന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് BSc എഴുതിയിട്ടുണ്ട്. നമുക്കറിയുന്ന കാര്യമാണ്, എന്തായാലും അങ്ങനെ ചോദിക്കും. പിന്നെ ഈ 2 എക്സാമുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ അകത്ത് TV എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് TV എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതാണ് മെയിനായിട്ട് മൊഡ്യൂൾ വൈസ് ഒരു ഡിഫറൻസ് പറയാനുള്ളത്. ഇതാണ് ഇലക്ട്രോണിക്സ് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ്. അതിൻ്റെ അകത്ത് ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു 10 മാർക്കിൻ്റെ സെക്ഷൻ ഉണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കൂടിയ അളവിൽ ചോദിക്കുന്നുണ്ട്. 3 മൊഡ്യൂളോളം ചോദിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സിൽ ഡയോഡ് സർക്യൂട്ട്സിന് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പക്ഷേ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനകത്ത് ഡയോഡ് സർക്യൂട്ട്സിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതും കൂടെ പഠിച്ച് വെക്കണം. ചോദിച്ചു കൂടായികയില്ല. കാരണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കോമൺ ആയിട്ട് വരുന്ന ആളാണ് ഡയോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ടോപ്പിക്സ് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടോപ്പിക്സ് ലാർജ് സ്കെയിലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ടോപ്പിക്സ് ഇല്ല. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇല്ല. പിന്നെ സർക്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് സർക്യൂട്ട്, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ. പിന്നെ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അഡീഷണലായിട്ടുണ്ട്. അത് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സിൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നൊരു ടോപ്പിക് ഇല്ല. ഇത്രയാണ് മെയിനായിട്ട് 2 സിലബസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. എന്ത് വേണമെങ്കിലും ചോദിക്കാം. എക്സാമിൻ്റെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏത് ലെവലിൽ പഠിക്കണം, ഏത് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഏകദേശം ഒരു ലെവൽ പിടികിട്ടും. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.